ഇനി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ 65.59% ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്ക്. വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നത്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടപടിക്രമങ്ങൾ അവസാനിക്കുമ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കണക്കാണ് UDFനെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ കുറവാണ് UDF ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75.44% പേർ 2019 വോട്ട് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് 65.57% പേരാണ്. ഏകദേശം 9.87% പേരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ ചെറിയ വ്യത്യാസം കൂടി വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും മൊത്തം കണക്ക് പ്രകാരം ഇപ്പോൾ 65.57% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊതുവെ പല മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള വോട്ടർമാരുടെ കുറവ് അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് UDFൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പുതുപ്പള്ളി മണ്ഡലത്തിൽ പല ബൂത്തുകളിലും പൊതുവെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. വൈകുന്നേരമായപ്പോൾ വോട്ട് ചെയ്യാൻ ആളില്ലാതെ നിരവധി ബൂത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറുവശത്താണെങ്കിൽ തലയാഴം പോലെയുള്ള ബൂത്തുകളിൽ, അതായത് 159 നമ്പർ ബൂത്തിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഒരു 7 മണിയോടുകൂടി വോട്ടിംഗ് നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് സ്വാധീനമുള്ള ഒരു ബൂത്ത് കൂടിയായിരുന്നു തലയാഴം. അങ്ങനെ കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവച്ചത് വിജയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലും ചാഴികാടൻ ചാമ്പ്യനാകുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ജോസ് കെ മാണി പങ്കുവച്ചത്. എന്തായാലും വരും മണിക്കൂറുകളിലും നാളെയുമായിട്ട് കണക്കുകൾ കൂട്ടിക്കഴിയുമ്പോൾ മുന്നണികളുടെ ഏത് തരത്തിലാണ് കോട്ടയം മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നോക്കിക്കാണുന്നത് എന്ന ചിത്രം കൂടി വ്യക്തമാവും. എന്തായാലും കോട്ടയത്തെ പോളിംഗ് കുറഞ്ഞത് UDFനെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക നൽകുന്ന കാര്യം തന്നെയാണ്. ശരി, സനോജ് സുരേന്ദ്രൻ കോട്ടയം മണ്ഡലത്തിലെ വിവരങ്ങൾ